ഇന്ത്യ ജയിക്കും, ഇന്ത്യ ജയിക്കുള്ളൂ, വേറെ ആരും ജയിക്കൂല. ട്രെയിന് മാറി ഇപ്പൊ നരേന്ദ്രമോദി യുഗാണ്. ഇന്ത്യയായിട്ട് മുട്ടാൻ പാകിസ്ഥാൻ ഇല്ലാറ. പ്രാവശ്യം കളി മാറും. ഇന്ത്യ ജയിക്കണതാണ് നമ്മളെ ആഗ്രഹം. രോഹിത് ശർമ്മ ഫോമാണ് നോക്കേണ്ട. പിന്നെ ഇന്ത്യ തന്നെയാ, ഒന്നും പറയാനില്ല, ഇന്ത്യ തന്നെയാ. ഇന്ത്യ ജയിക്കും, ഷുവറല്ലേ? അത് എന്ത് ഇന്ത്യ ജയിക്കുള്ളൂ. അല്ല, നിങ്ങൾ ഓണാണോ? ഇന്ത്യ ജയിക്കും, ഇന്ത്യ ജയിക്കുള്ളൂ, വേറെ ആരും ജയിക്കൂല. ഇന്ത്യ ജയിക്കുള്ളൂ, എന്തായാലും ഇന്ത്യ ജയിക്കുള്ളൂ. അല്ലേ? ഇന്ത്യ ജയിക്കുള്ളൂ. പിന്നെ ആര് ജയിക്കാനാ? ഇവിടെ കാലം മാറിയില്ലേ? ട്രെയിന് മാറി, ട്രെയിന് മാറി ഇപ്പൊ നരേന്ദ്രമോദി യുഗാണ്. അപ്പോൾ എല്ലാ സ്പോർട്സ് ഐറ്റംസിലും ഏത് മേഖലയിലും നരേന്ദ്രമോദി അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ജയിക്കാതെ വേറെ ആര് ജയിക്കാനാണ്? ഇന്ത്യ ജയിക്കും. പാകിസ്ഥാനായിട്ടൊന്നും ഇന്ത്യയിൽ മുട്ടാൻ പാകിസ്ഥാനില്ല. ഇന്ത്യയായിട്ട് മുട്ടാൻ പാകിസ്ഥാൻ ഇല്ലാറ. അത് നോക്കണ്ട കളിയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവല്ലേ. ഈ കളിയിൽ എന്തായാലും ഇന്ത്യ ജയിക്കും. അതൊന്നും ഒന്നുമില്ല, എന്തായാലും 300 മോള് പോകും. സാധ്യത ഉണ്ട്. കാണേ വല്ലപ്പോഴും കാണും, സമയം ഉണ്ടാവില്ല നമുക്ക്. സമയം ഉണ്ടെങ്കിൽ കാണും. അങ്ങനൊന്നുമില്ല. ഞാൻ പറയുന്നത് ഇന്ത്യ ജയിക്കുന്നതാണ്. പാകിസ്ഥാൻ ജയിച്ച് കളി മാറും. പ്രാവശ്യം കളി മാറും. ഇന്ത്യ ജയിക്കണതാണ് നമ്മളെ ആഗ്രഹം. കളിക്കുന്ന പറഞ്ഞത് നമ്മള് ഇന്ത്യക്കാരൻ ഇന്ത്യ ജയിക്കണം, അതാണ് നമ്മളെ കളിക്കും. ഇന്ത്യ ജയിക്കണം എന്നാണ് നടക്കും. 100% നടക്കുമെന്നാണ് പറയും. ഇന്ത്യ ജയിക്കേണ്ടതിന് ഇപ്പൊ എന്തായാലും പോയി പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്രാവശ്യം എന്തായാലും ഇന്ത്യ ജയിക്കും. പാകിസ്ഥാൻ മികച്ച കളിക്കാരാണ്. നമ്മള് ഇന്ത്യ ജയിക്കണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്ത്യ ജയിക്കാൻ സാധ്യത കൂടുതൽ. ഇന്ത്യ ജയിക്കുക തന്നെ ചെയ്യും. അല്ലല്ല, ഈ പ്രാവശ്യം ഇന്ത്യക്ക് സാധ്യത കൂടുതൽ. നല്ല കളിക്കാരാണ് ഈ പ്രാവശ്യം ഇറങ്ങുന്നത് എല്ലാരും. ഒരു 350 റൺ അടിക്കാനാണ് സാധ്യത കൂടുതൽ. രോഹിത് ശർമ്മ ഫോമാണ് നോക്കേണ്ട. പിന്നെ ഇന്ത്യ തന്നെ കപ്പടിക്കും, കൺഫേമാ. ഇന്ത്യ അല്ലാണ്ട് ഇന്ത്യയിൽ വന്നിട്ട് പാകിസ്ഥാൻ ജയിക്കുന്നവരും പറയോ? ഇന്ത്യ അല്ലാണ്ട് കഴിഞ്ഞ തവണ പാകിസ്ഥാനാണ് ജയിച്ചത്. ഇന്ത്യ തന്നെയാ, ഇന്ത്യ തന്നെയാ, ഒന്നും പറയാനില്ല, ഇന്ത്യ തന്നെയാ. പാകിസ്ഥാൻ നല്ല കളിയാന്നൊക്കെയാണ് പറയുന്നത്. അതിലും വലിയ കളിക്കാർ ഇന്ത്യയിൽ, അതിലും നല്ല കളിക്കാരുണ്ട്. അറിയാല, നല്ല കളിക്കാർ ഇന്ത്യയിലുണ്ട്. ടോപ്പ് കളിക്കാരാ. ഇന്ത്യ തന്നെ ജയിക്കും, ഒരു മാറ്റമല്ല. ഇന്ത്യ തന്നെ ജയിക്കും, ഉറപ്പാ. കപ്പ് അടിക്കും ഇന്ത്യ. ജയിക്കില്ലേ, ജയിക്കുന്ന കപ്പ് അടിക്കല്ലേ, എന്തായാലും കപ്പ് മേടിക്കും. പരമ്പര നേടും.